ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെത്താം. ഇതിന്റെ ഒരു രാഷ്ട്രീയ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മാളവിക പിന്നെ കൂടി നമുക്കൊപ്പം. ചെന്നൈ പരിചയമുള്ള ഒരു നഗരം കൂടിയാണല്ലോ, വളരെ സുരക്ഷിതമായിട്ട്. ഒരുപക്ഷെ രാത്രി സമയങ്ങളിൽ എത്തുമ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു നഗരത്തിൽ എത്തുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു നഗരം. അതങ്ങനെ തന്നെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അത് പറയാൻ ഒരു പക്ഷേ ഇവിടുത്തെ സ്ത്രീകൾക്ക് മടി ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഒരു നഗരത്തിൽ, അതൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത്, ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംഭവിക്കുകയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴും അത്രയും സേഫ്റ്റി ഇവിടെ ഉണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ചെന്നൈയിൽ അത് നടന്നല്ലോ എന്ന് ആലോചിച്ച് ഞെട്ടുന്നൊരു സാഹചര്യമുണ്ട്. അത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവിടെ ലൈംഗികാതിക്രമ കേസുകൾ കൂടുന്നു എന്നുള്ളൊരു ആരോപണം ഒരു വശത്ത് കണക്കുകൾ എടുത്തുകൊണ്ടാണ് BJP മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ ശ്രീമതി മാളവിക ബിന്നി? അങ്ങനെ ഒരു ചെന്നൈ എക്സെപ്ഷണലിസം ഒന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. ഈവൻ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ എടുത്ത് നോക്കിയാലും ചെന്നൈ ഇപ്പോഴും വൺ ഓഫ് ദ സേഫസ്റ്റ് സിറ്റീസ് ആണ് സ്ത്രീകൾക്ക് രാത്രി പോയി ഷോപ്പ് ചെയ്യാനും. ഈവൻ ചെന്നൈയിൽ രാത്രി താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെളിയിൽ ഇറങ്ങി പച്ചക്കറി മേടിക്കാനും ഒക്കെ പറ്റുന്നത്. പലപ്പോഴും അണ്ടർ റിപ്പോർട്ടാജിന്റെ വലിയ പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പറയുന്നവരോട് തിരിച്ചു ചോദിക്കാനുള്ളത്, ഈ BJP ഭരിക്കുന്ന അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ റേപ്പുകൾ റിപ്പോർട്ടഡ് ആകുന്നുണ്ടോ? രാത്രി സ്ത്രീകൾ വെളിയിലില്ലാത്തത് കൊണ്ട് റേപ്പുകൾ നടക്കാത്ത ഏതൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട്? ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ പല മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് നമ്മൾ വിളിക്കുന്ന സിറ്റികളിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ അർബൻ എന്ന് വിളിക്കുന്ന നഗരങ്ങളിൽ പോലും രാത്രിയിൽ ഒരു 8 മണി കഴിഞ്ഞ സ്ത്രീകളില്ല റോഡിൽ. അതുകൊണ്ട് റേപ്പുകൾ നടക്കാത്തതാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലാതെ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടുള്ള സ്ഥലങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. പലപ്പോഴും ഈ സ്ത്രീ സുരക്ഷയുടെ വലിയ റെസ്പോൺസിബിലിറ്റി വരുന്ന സ്ത്രീകളുടെ ചുമലിൽ തന്നെയാണ്. അതൊരിക്കലും ഒരു സ്റ്റേറ്റും, അത് പാർട്ടികൾ മാറി മാറി ഭരിച്ചിട്ടും ഒരു സ്റ്റേറ്റും ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടില്ല. ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് തന്നെയാണല്ലോ RG കാർ കൊൽക്കത്ത മെഡിക്കൽ കോളേജിൽ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് റേപ്ഡ് ആകുന്നത്. അതും ഇതുപോലെ ക്യാമ്പസിനോട് അകത്ത് നിന്ന് അല്ലെങ്കിൽ ക്യാമ്പസിന് തൊട്ട് ഉള്ള ആളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ റേപ്പ് സംഭവിക്കുന്നത്. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒട്ടും തന്നെ സേഫ് അല്ല എന്നുള്ളതാണ്. ഈ സേഫ്റ്റി ഇല്ലാത്തതിന് സ്ട്രക്ചറൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. നമുക്കിത് പൊളിറ്റിസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് രാഷ്ട്രീയവൽക്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിന് സിസ്റ്റമിക് ആയിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള കാരണങ്ങൾ ഇതിനുണ്ട്. അവിടെയൊന്നും ICCകൾ സ്ട്രോങ് അല്ല. അവിടെ ജെൻഡർ സെൻസിറ്റൈസേഷൻ പ്രോപ്പറായിട്ട് നടത്തുന്നില്ല. ക്യാമ്പസുകളിൽ എത്ര സ്ഥലങ്ങളിൽ ലൈറ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ JNUവിൽ പഠിച്ച ഒരാളാണ്. ഞങ്ങൾക്ക് രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ഞങ്ങളുടെ ലൈബ്രറിയിൽ പോകാനും വെളിയിലിറങ്ങി ചായ കുടിക്കാനും ഒക്കെ പറ്റുമായിരുന്നു. അവിടെ അവിടെ കൃത്യമായിട്ട് സ്റ്റുഡൻസ് ഉണ്ട് ക്യാമ്പസിൽ. ഈ 1 മണിക്കും 2 മണി, ഇതൊക്കെ ഞാൻ പറയുന്ന രാത്രി 1 മണി 2 മണിക്കൊക്കെ കുട്ടികളുണ്ട് അവിടെ. ഡിബേറ്റുകൾ നടക്കുന്നു, സെമിനാറുകൾ 11 മണിക്ക് തുടങ്ങുകയാണ് രാത്രി മെസ്സുകളിൽ. അപ്പൊ അങ്ങനെ ഒരു ലൈഫുള്ള സ്ഥലത്ത്, ക്യാമ്പസ് ലൈഫുള്ള, ലൈബ്രറി ലൈവ് ആയിട്ട് ഇരിക്കുന്ന, ചർച്ചകൾ നടക്കുന്ന ക്യാമ്പസുകൾ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യം നടക്കില്ല. ഇതിൽ എനിക്ക് ഏറ്റവും ഉത്കണ്ഠ വരുന്ന കാര്യം, ഒന്നി വ്യവസ്ഥാപിതമായിട്ടുള്ള ഇത് കാരണങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് റേപ്പുകൾ നടക്കുന്നതെന്നും എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികളുടെ ശരീരങ്ങളെ ഇത്ര തുച്ഛവൽക്കരിച്ച് കാണുന്നതെന്നും എന്നുള്ള ലാർജർ സിസ്റ്റമിക് ഇഷ്യൂ ആരും ചർച്ച ചെയ്യുന്നില്ല. എല്ലാവർക്കും റേപ്പ് ഒളിമ്പിക്സ് ആണ് ഇവിടെ നടക്കുന്നത്. ഇന്ന പാർട്ടിയിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത്ര റേപ്പ് നടക്കുന്നു, മറ്റേ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര റേപ്പ് നടക്കുന്നു എന്ന് ഉള്ള രീതിയിലുള്ള ചർച്ചകൾ അല്ലാതെ ഇത് വ്യവസ്ഥാപിതമായിട്ട് അത് അനലൈസ് ചെയ്ത ഒരുപാട് പഠനങ്ങളുണ്ട്. ഇപ്പൊ ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ റിപ്പോർട്ടിൽ എത്ര അതിന്റെ പ്രൊവിഷൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിലിരിക്കുകയാണ്. ഇതൊന്നും നോക്കുന്നില്ലേ? ഇതിനേക്കാളും വലിയൊരു ഇഷ്യൂ എനിക്ക് തോന്നിയത് ന്യൂസ് 8ന്റെ തന്നെ ഇംഗ്ലീഷ് പോർട്ടലിൽ ഞാൻ വായിച്ചതാണ്. ഈ അന്ന യൂണിവേഴ്സിറ്റി അധികൃതരോട് ചോദിച്ചപ്പം അവരുടെ റെസ്പോൺസ് ഇങ്ങനെയാണ്: CCTV ക്യാമറകൾ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ എക്സ് സർവീസ് പേഴ്സണലിനെ കൂടുതലായിട്ട് സെക്യൂരിറ്റി ഏൽപ്പിക്കുകയും അതുവഴി ക്യാമ്പസിൽ സുരക്ഷ കൊണ്ടുവരികയും ചെയ്യും. CCTV ക്യാമറകൾ കൊണ്ടുവരുന്ന വഴി ആരും ഇവിടെ സെക്യൂരിറ്റി നമുക്ക് ഒരിക്കലും ഉറപ്പുവരുത്താൻ കഴിയില്ല. അത് കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിൽ തന്നെയാണ് എടുത്തു മാറ്റുന്നത്. അഡ്മിനിസ്ട്രേഷന് കുട്ടികളുടെ പുറത്തുള്ള കൺട്രോളിനെ കുറെ കൂടെ ദൃഢവൽക്കരിക്കാൻ അനുവദിക്കത്തുള്ളൂ. അല്ലാതെ ക്യാമ്പസിൽ നിങ്ങൾക്ക് സ്ത്രീകൾക്കും അവിടെയുള്ള പെൺകുട്ടികൾക്കും അവിടെ പഠിക്കുന്ന എല്ലാവർക്കും തന്നെ സുരക്ഷ വരുത്തണമെങ്കിൽ അത് ക്യാമ്പസ് സെൻസിറ്റൈസേഷനും
ആ ക്യാമ്പസിന് ചുറ്റുമുള്ള മനുഷ്യരെ സെൻസിറ്റൈസ് ചെയ്യുന്നതിൽ വഴിയെ സാധ്യമാകുകയുള്ളൂ. അല്ലാതെ കൂടുതൽ കൺട്രോളോ സെക്യൂരിറ്റി മെഷേഴ്സ് കൊണ്ട് പറ്റില്ല. അന്ന് സ്ട്രീറ്റ് ലൈറ്റിങ്ങിന് ഒരു വലിയ ചുമതലയുണ്ട്, നൈറ്റ് ലൈഫിന് വലിയ ചുമതലയുണ്ട്, പിങ്ക് പോലീസിന് വലിയ ചുമതലയുണ്ട്. ഇത് എല്ലാ സ്റ്റേറ്റുകളിലും നടക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റിൽ നടത്തി ആ സ്റ്റേറ്റിൽ മാത്രം ഭയങ്കര അരാജകത്വം എന്ന് പറയുന്നതിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അത് തുറന്നു കാട്ടുക തന്നെ ചെയ്യണം. ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ടതാണ്. നമുക്ക് പലപ്പോഴും ഈ മിഡിൽ ക്ലാസ് സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പെൺകുട്ടികളുടെ എതിരെ വരുമ്പോഴാണ് റേപ്പ് ഒരു വലിയ കാര്യമായിട്ട് നമ്മൾ ന്യൂസ് സൈക്കിൾസിൽ പ്രൊജക്ട് ചെയ്യുന്നത്. ഇവിടെ എത്രയോ ദളിത് പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരു വലിയ വാർത്തയാകുന്നില്ല. ഇതേ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഹത്രാസിലെ റേപ്പ് നടക്കുന്നത്. ഇന്ന് ആ ഫാമിലിക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള രീതിയിലാണ് UP സിറ്റുവേഷൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ ധന്യരാജേന്ദ്രൻ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, പലപ്പോഴും പല റേപ്പുകളുടെ ഇങ്ങനെ ന്യൂസ് സെന്ററിൽ വന്ന് കുമിഞ്ഞു കൊള്ളുമ്പോൾ അതിനകത്തിൽ നിന്ന് ഏത് റേപ്പ് ചൂസ് ചെയ്യണം എന്ന് ഉള്ള അങ്കലാപ്പ് മീഡിയ ഹൗസുകൾക്ക് വരാറുണ്ട്. അപ്പൊ പലപ്പോഴും ചൂസ് ചെയ്യപ്പെടുന്ന റേപ്പ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ്സോ അപ്പർ ക്ലാസ്സോ ആയിട്ടുള്ള ഒരു യുവതിയുടെ റേപ്പ് ആയിരിക്കും. അല്ലാതെ ലോവർ ഇൻകം വർക്കിംഗ് ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു യുവതിയുടെ റേപ്പോ അല്ലെങ്കിൽ ദളിതോ ബഹുജനോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു യുവതിയുടെ റേപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ആ ഒരു ലെവലിൽ റേപ്പ് നോർമലൈസ് ആയി. നമ്മളിതൊന്നും തീർച്ചയായിട്ടും ശ്രീമതി മാളവിക ഓക്കെ റൈറ്റ്. ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ഞാൻ എന്റെ ഒരു പൊളിറ്റിക്കൽ സൈഡിലേക്ക് എടുക്കുമ്പോൾ